അല്ല, നീ ഓക്കെ അല്ല, അവൻ പറഞ്ഞു. ആ വാക്കുകൾ ഗാഥയെ നിശബ്ദയാക്കി. നീ ഒട്ടും ഓക്കെ അല്ല, നിനക്ക് തീരെ വയ്യ. അവൻ അവളുടെ മുന്നിലിരുന്നു കൊണ്ട് അത് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. അവൻ അവളുടെ കാലിൽ തൊട്ടു. എന്നിട്ട് തല പൊക്കി അവളോട് പറഞ്ഞു, ലിഫ്റ്റ്. അവൻ ആജ്ഞാപിച്ചു. ആ ശബ്ദത്തിന്റെ തീക്ഷ്ണതയിൽ അവൻ ആജ്ഞാപിച്ചതുപോലെ ചെയ്യാൻ മാത്രമേ ഗാഥയ്ക്ക് കഴിയുമായിരുന്നുള്ളൂ. അവൾ കാൽ ഉയർത്തുന്ന നിമിഷം അവളുടെ കണ്ണുകൾ ഇറുക്കി അടച്ച് അവൾ സ്വയം തന്നെ ഇരു കൈകളാലും അവളെ ഇറുക്കി പിടിച്ചു. കാരണം ചെരുപ്പില്ലാത്ത ആ കാലിലെ വേദന അവൾ കുറച്ചു നേരമായി സഹിച്ചു നിൽക്കുകയാണ്. റേ അവളുടെ കാൽ ഉയർത്തിയത് കണ്ടതും അവന്റെ മുഖം കോപം കൊണ്ട് ജ്വലിച്ചു. അവളുടെ കാൽപാദം നിറയെ മുറിവുകളും രക്തവും നിറഞ്ഞിരുന്നു. മുറിവുകളിൽ ചെരിപ്പിടാത്തത് കൊണ്ട് മണ്ണും പറ്റിയിട്ടുണ്ട്. ആഴമേറിയ ചില മുറിവുകളിൽ നിന്ന് രക്തം വാർന്നു വീഴുന്നുണ്ട്. റേക്ക് ആ കാഴ്ച കണ്ട് കോപം നിയന്ത്രിക്കാനായില്ല. ഇതോ, ഇത് ഞാൻ എന്റെ ഹീൽസ് ഊരി കളഞ്ഞിരുന്നു. എന്താന്ന് വെച്ചാ അവരെന്നെ പിടിക്കാൻ വന്നപ്പോ, അല്ല, അതിട്ടിട്ട് നന്നായി ഓടാൻ പറ്റില്ലല്ലോ. ചെരുപ്പില്ലാതെ നിലത്തോടെ സ്പീഡിൽ ഓടാം, ചാടാനും എളുപ്പാതാ. അവൾ തപ്പിത്തടഞ്ഞ് അവനോട് പറഞ്ഞു. അവന്റെ അപ്പോഴത്തെ ഭാവം കാണുമ്പോൾ അവൾക്ക് തന്നെ പേടിയാവുന്നുണ്ടായിരുന്നു. കാരണം അവളുടെ മുറിവുകൾ കണ്ടപ്പോൾ തൊട്ട് അവൻ വല്ലാത്തൊരു ദേഷ്യത്തിലായിരുന്നു. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം റേ മുഖമുയർത്തി അവളെ നോക്കി. ശേഷം അവൻ പതിയെ എഴുന്നേറ്റ് അവളെ ആകമാനം ഒന്ന് നോക്കി. എന്നിട്ട് അവളുടെ കൈകൾ പിടിച്ച് മടക്കി കൈമുട്ട് പരിശോധിച്ചു. അവിടെ തൊലിയിളകി അല്പം രക്തം വന്നിട്ടുണ്ട്. അവൻ അവളുടെ ഉള്ളം കൈകളും പരിശോധിച്ചു. അവയിലും എവിടെയൊക്കെയോ വെച്ച് ഉരസി തൊലി പോയിട്ടുണ്ട്. പലയിടത്തും രക്തച്ചുവപ്പ് കാണാം. അവൻ അവളുടെ കൈകൾ തിരിച്ച് കൈപ്പത്തിക്ക് പുറത്തു നോക്കി. ആ വെളുത്ത കൈപ്പത്തിയിൽ ചുവന്ന അടയാളം കാണുന്നുണ്ട്. അത് ഞാൻ അവരെ പഞ്ച് ചെയ്തപ്പോ അങ്ങനെ പറ്റിയതാ. അവൾ കുറച്ചപ്പുറം വീണ് കിടക്കുന്നവന്മാരെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. അവൾ അത് കുറച്ച് അഭിമാനത്തോടെയാണ് പറഞ്ഞത്. അവളുടെ മാസ്റ്റർ പീസ് ഇടികൊടുത്ത് താഴെയിട്ടവർ ഇതുവരെ എണീറ്റിട്ടില്ല. അത് കണ്ട് റോഷന് ചിരി വന്നു. പക്ഷേ റേ ഒന്നും മിണ്ടിയില്ല. റേ അവളെ അങ്ങനെ തിരിച്ചും മറിച്ചും നോക്കുന്നത് കണ്ടപ്പോൾ ഗാഥയ്ക്ക് ആ അവസ്ഥയിലും മനസ്സിൽ മഞ്ഞ് വീണ ഒരു സുഖം തോന്നി. കാരണം റേക്ക് അവളോടുള്ള സ്നേഹമാണ് അതെന്ന് അവൾ വിശ്വസിച്ചു. അവന്റെ കെയർ അവൾക്ക് ലഭിക്കുമ്പോൾ അതിൽ അവൾക്ക് സന്തോഷം തോന്നി. എന്നാൽ റേയുടെ മുഖത്തെ തീക്ഷ്ണഭാവം കണ്ട് അവൾക്ക് നേരെ ഒന്ന് അവനെ നോക്കാൻ പോലും കഴിഞ്ഞില്ല. അവനോട് എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും എന്ന് ആലോചിച്ച് നിൽക്കുന്നതിനിടയിൽ